ഹായ്, ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറാണ്. അപ്പോൾ ഒരുപാട് പ്ലാനുകളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. എനിക്ക് ഒരുപാട് എൻക്വയറീസും വരാറുണ്ട്. ഒരാളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇപ്പോൾ ഒരു വ്യക്തി എന്നെ കോൺടാക്ട് ചെയ്തു, ഞാൻ കൃത്യമായിട്ട് പ്ലാനിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, എഡ്യൂക്കേറ്റ് ചെയ്തു. പിന്നെ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ബിസി ആയിരിക്കും. പിന്നെ നോക്കാം, എൻ്റെ എല്ലാ കൊളീഗ്സും ഒരു കൺസൾട്ടിംഗ് ഫീ മേടിക്കാറുണ്ട്. ഞാൻ പക്ഷേ മേടിക്കാറില്ല. ഇനി കൺസൾട്ടിംഗ് ഫീ മേടിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് വേറെ ഒന്നല്ല, ഈ പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം പ്ലസ് എനർജിയാണ്. ഞാനപ്പോൾ ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു 100 വ്യക്തികൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അതിൽ 5-6 സീരിയസ് ജെന്യുവൻ ക്ലെയിംസ് ഉണ്ടാവും. പക്ഷെ അവരെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാനോ ഫോളോ അപ്പ് ചെയ്യാനോ ഇത്രയും എൻക്വയറീസിന് പറ്റാറില്ല. അപ്പോൾ ഇനി എനിക്ക് വരുന്ന ഓൺലൈൻ എൻക്വയറീസിന് ഞാൻ ഒരു കൺസൾട്ടിംഗ് ഫീ ഞാൻ മേടിക്കും. ആ ഒരു കൺസൾട്ടിംഗ് ഫീ അദ്ദേഹം ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ്, റെസിഡന്റ് എന്തിനാണോ, പ്രവാസിയാണോ, നിങ്ങളുടെ ഒരു ഏജ്, ഫിനാൻഷ്യൽ പ്ലാൻ, ബഡ്ജറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ക്വസ്റ്റ്യൻ ആയിരിക്കും. കൺസൾട്ടിംഗ് ഫീയും ഞാൻ കൃത്യമായിട്ട് ചോദിക്കും. എന്നിട്ട് മാത്രമേ ഞാൻ പ്രൊസീഡ് ചെയ്യുകയുള്ളൂ കേട്ടോ. നിങ്ങളുടെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ജീവിക്കണമെങ്കിൽ അത് കൺവേർഷൻ കൂടി സംഭവിക്കണം. അതുകൊണ്ടാണ് കേട്ടോ.